ഈ 2025 നവംബർ മാസം 9 ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അതിന്റെ ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നടത്തുകയാണ്. അതിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് ക്ഷണം കിട്ടിയിട്ടുണ്ട്. ഞാൻ വരുന്നുണ്ട്. നമുക്ക് അവിടെ കാണാം, കുറെ നേരം ഒപ്പം ചെലവിടാം, നല്ല തമാശകളൊക്കെ പങ്കുവയ്ക്കാം, എന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന കുറെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാക്കാം. നവംബർ 9 ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പരസ്പരം കാണാം, സന്തോഷിക്കാം. Our much celebrated director, state award-winning director, Bessie sir, നമ്മുടെ കൂടെ ഇരുന്ന് പാട്ട് ക്ലാസ്സിക്കാനായിട്ട് നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട് സാർ. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു ഇവന്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ഓർക്കസ്ട്രേഷൻ ചെയ്തു തരാനായിട്ട് 2 ഗംഭീര മ്യൂസീഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇനി അവരുടെ ഒരു ഒന്നൊന്നര പെർഫോമൻസ് ആണ്. നന്നായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട അനുപേടിനെ ക്ഷണിക്കുന്നു. ഒരു അടിപൊളി കൈയ്യടി കൊടുത്തുകൊണ്ട് മ്യൂസീഷ്യൻ വിശാലമായി ഇത്രയും ആളുകളെ ഉൾക്കൊള്ളിക്കാവുന്ന രീതിയിൽ നേരത്തെ മലയാളികൾ ഇവിടെ എത്തി ഇത്രയും ഗംഭീരമായ രീതിയിൽ പള്ളിയിൽ ഒരു പരിപാടി ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അതിനെന്നെ ക്ഷണിച്ചതിന് വലിയ സന്തോഷം. പിന്നെ ഞാൻ ഡയാനയോട് ചോദിച്ചു. അപ്പൊ ഡയാന പറഞ്ഞു, കഴിഞ്ഞ തവണ ഡയാന തന്നെയായിരുന്നു ഇവിടെ അവതാരക എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി, ഒരു തവണ വന്നിട്ട് തിരക്കേടിനായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്തിട്ട് പോയാൽ അടുത്ത തവണ വീണ്ടും വിളിക്കാൻ സാധ്യതയുള്ള ഒരു പള്ളിയിൽ അത് മുതലാക്കുക എന്നൊരു ചെറിയ ഉദ്ദേശം എനിക്കുണ്ട്. ഇപ്പൊ ഞാൻ വലിയൊരു സംഭവം ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ശ്രേയക്കുട്ടി ഇവിടെ പാടിയ ശ്രേയ, ആ കുട്ടി ഞാൻ നല്ലവരായ കുട്ടിയായിട്ട് അഭിനയിച്ച് പടത്തിന് പാട്ട് ഇന്നും ഞാൻ പാട്ടൊക്കെ പാടുന്നൊക്കെയാണ്. അപ്പൊ ഈ കുട്ടിയുടെ സ്കൂളിൽ എന്നെ ഒരിക്കൽ ഫംഗ്ഷൻ വിളിച്ചു. ഞാൻ അവിടെ ഫംഗ്ഷന് പോയി, ഫംഗ്ഷൻ എത്തി. അപ്പൊ എന്റെ കൂട്ടത്തിൽ ഇപ്പൊ ഇവിടെയൊക്കെ ബ്ലസ്സിൽ ഇരിക്കുന്നുണ്ട്, ആശരിക്കിരിക്കുന്നുണ്ട്. അന്ന് എന്റെ കൂട്ടത്തിലുണ്ടായിരുന്നത് ഏതോ ഒരു കോടതിയിലെ ജഡ്ജ് എന്നൊക്കെ പറയുന്ന ലെവലിലുള്ള ഒരാളാണ്. ജഡ്ജല്ല, നമ്മൾ അങ്ങനത്തെ റാങ്കിങ്ങിലുള്ള ഒരാളാണ്. പുള്ളിയുടെ കയ്യിൽ ഇവിടെയൊക്കെ ഒരു സാധനം കെട്ടിവെച്ചിട്ടുണ്ട്, 1-2 ബാഡ്ജുകളൊക്കെ ഉണ്ട്. പുള്ളിക്ക് ഭയങ്കര പ്രോട്ടോകോൾ ഉണ്ട്. പുള്ളിയുടെ കൂട്ടത്തിൽ വൈറ്റ് കൊടുത്തിട്ട് വേറെ ഒരാള് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്. അയാളൊരു അർദ്ധ മലയാളിയാണ്. അയാൾ അർദ്ധ മലയാളിയായ ആളായതുകൊണ്ട് തന്നെ അയാൾക്ക് എന്നെ എവിടെയോ കണ്ടപ്പോലുണ്ട് എന്നുള്ളതല്ലാണ്ട്